ഹായ് ഹലോ. കുറേ നാളായി യൂട്യൂബിലിടാൻ വേണ്ടിയിട്ടൊരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതുവരെ നടന്നില്ല. മടി തന്നെ കാരണം, അല്ലാതെന്ത്. ഇതായിക്കോട്ടെ എൻ്റെ ആദ്യത്തെ വീഡിയോ. ഞങ്ങളിന്നൊരു ഔട്ടിങ്ങിന് പോവാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്കൊരു കുഞ്ഞി വാവയുണ്ട്. ഹിസ് നെയിം ഈസ് നിലയ്. വി കോൾ ഹിം നിലു. ഈ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീയോ അല്ലെങ്കിൽ മേക്കപ്പ് വീഡിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. മേക്കപ്പിൻ്റെ ABCD അറിയില്ല, എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടിയിരിക്കുന്നതാണ്. ഇതാണ് മുമ്പ് പറഞ്ഞ നിലു. ഇവനെ ഡ്രസ്സ് ചെയ്യിക്കലാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അയ്യോ, ഒരാളുടെ കാര്യം മറന്നുപോയെന്ന്. ഞങ്ങളുടെ കൂടെ ഔട്ടിങ്ങിന് ബെല്ലയുണ്ട് കേട്ടോ. ഞാൻ റെഡിയായി തുടങ്ങുമ്പോഴേ അവളെൻ്റെ കാലിൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും, കാരണം അവളെ കൊണ്ടുപോയില്ല എന്ന് വിചാരിച്ചിട്ട്. ഡെലിവറി എടുത്തപ്പോൾ ഞാൻ എൻ്റെ ഹെയർ നന്നായിട്ട് ഷോർട്ട് ചെയ്തു. അതുകൊണ്ട് ഇനി ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് അധികം സമയം വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഈ കോട്ട് സെറ്റ് നാട്ടിൽ പോയപ്പോൾ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. നല്ല കംഫർട്ടാണ് ഇതിടാനായിട്ട്. റെഡിയായി കഴിഞ്ഞിട്ട് ഈ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കോപ്രായം കാണിക്കില്ല, എനിക്ക് പണ്ടേ ഉള്ളതാണ്. നീലു ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് തള്ള വൈബൊക്കെ വരുമായിരിക്കുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇനി നമുക്ക് നിലുവിനെ ഡ്രസ് ചേഞ്ച് ചെയ്യാം. നമ്പർ 1, നമ്പർ 2. പിന്നെ ഞാൻ ഇതിലങ്ങ് ഫൈനലൈസ് ചെയ്തു. എവിടെയെങ്കിലും പോകുമ്പോൾ ഇവനെ കൊണ്ട് ഞാൻ 10 പ്രാവശ്യമെങ്കിലും ഡ്രസ്സ് മാറ്റിക്കും. അതെന്തോ എനിക്കൊരു ശീലമായി. അങ്ങനെ മമ്മ ആൻഡ് നിലു റെഡിയായി. ഇനി ഡാഡ വരണം. ഡാഡ നിലുവിൻ്റെ ഡയപ്പർ ബാഗ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, ഞങ്ങൾ എവിടെ പോവാമെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ കാൽഗറി പോവാം. ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്നത് ലെത്ബ്രിഡ്ജ് ആൽബർട്ടയിലാണ്. അതിനടുത്തുള്ളൊരു വലിയ സിറ്റിയാണ് കാൽഗറി. ഇവിടെ നിന്നൊരു 2.5 hour ഡ്രൈവ് കാണും കാൽഗറിയിലേക്ക്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാൽഗറി പോകാറുണ്ട്. അവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയും. നെക്സ്റ്റ് വീക്ക് ഞാൻ വർക്കിലേക്ക് തിരിച്ചു കയറാം. വർക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോക്ക് നടക്കില്ല. അതുകൊണ്ട് ചുമ്മാ കാൽഗറി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞങ്ങൾ രണ്ടുപേരും തല്ലി പിടിക്കുന്നതാണ് കാണുന്നത്. അവൻ്റെ നേരെ ക്യാമറ തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ അവൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വരില്ല. ഭയങ്കര ക്യാമറ ഷൈയാ. ഇന്ന് വെതർ അത്യാവശ്യം നല്ലതായിരുന്നു. ബെല്ലേനെ നടത്തിക്കുന്നതേ കാണുന്നത്. നടത്തിച്ചിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവൾ പിന്നെ ആകെ പ്രശ്നമാക്കും വണ്ടിയിലിരുന്ന്. അങ്ങനെ ഒരു കാർ വാഷും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു കാൽഗറിയിലോട്ട്. കാർ വാഷ് ചെയ്യുന്നത് ബെല്ലയ്ക്ക് പേടിയാ. പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. അധികം ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് എന്ത് ഫുഡ് കഴിക്കും എന്നിങ്ങനെ ആലോചിച്ച്. ആദ്യം നമ്മൾ വിചാരിച്ചു ബ്രസീലിയൻ സ്റ്റേക്ക് ഹൗസിൽ പോകാമെന്ന്. പിന്നെ ഓർത്തു ഷവർമ കഴിക്കാമെന്ന്. അപ്പോൾ ജെറുസലേം ഷവർമ പ്ലേസിലേക്ക് പോയി. എനിക്ക് ഇവരുടെ ഷവർമ നല്ല ഇഷ്ടമാണ്. ഷവർമ കിട്ടുന്ന പ്ലേസസിൽ കമ്പാരിറ്റീവ്ലി നല്ലത് ഇവിടെയാണ്. ഞാൻ നിലുവിനെ ഫീഡ് ചെയ്തു, അല്ലെങ്കിൽ മനസ്സമാധാനമായിട്ട് അവൻ എന്നെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഓർഡർ ചെയ്തൊരു ബീഫ് ഷവർമ, ചിക്കൻ ഷവർമ ആൻഡ് ചിക്കൻ കബാബ്. ഒരു ഓക്കെ ഫുഡായിരുന്നു. ചിക്കൻ കബാബ് വായിൽ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു. പിന്നെ ബെല്ല കഴിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നതായി കാണുന്നത്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ക്രോസ് അയൺ മോളിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ഓടി H&M കയറി 2-3 ഡ്രസ്സൊക്കെ എടുത്തു. ഞാൻ മാത്രമേ കയറിയുള്ളൂ. അവർ രണ്ടുപേരും കാറിലിരുന്നു. കാരണം അവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.